അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് പുറത്തു വന്നതോടെ തന്നെ ഈ ഒരു വിമാനം പറത്തിയ പൈലറ്റുമാർക്ക് നേരെയാണ് ചോദ്യമുനകൾ ഉയരുന്നത്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്തിക്കുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡുകൾക്ക് പിന്നാലെ തന്നെ ഓഫ് ആയതും അത് എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആക്കിയത് എന്നുള്ള ഒരു പൈലറ്റിന്റെ ചോദ്യം ഈ ഒരു കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ചതുമാണ് ഈ ഒരു പൈലറ്റുമാരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷേപങ്ങൾക്ക് കാരണമായത്. എന്നാൽ പ്രാഥമികമായ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വിമാനാപകടം പൈലറ്റുമാരുടെ വീഴ്ച മൂലമാണ് സംഭവിച്ചതെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ് വ്യോമയാന വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതായത് AAIB, ഇവരുടെ റിപ്പോർട്ട് ചില സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ അവസാന നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് വ്യോമയാന വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സമാന നിലപാടാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയായ കെ റാം മോഹൻ നായിഡുവും അതുപോലെ സഹമന്ത്രി മുരളീധർ മോഹാളും ആവർത്തിച്ചത്. അപകടം സംഭവിച്ചതിന്റെ സാങ്കേതിക കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചു. എന്നാൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ കട്ട് ഓഫ് മോഡിലേക്ക് മാറിയത് എങ്ങനെയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാകും. അതിന് അന്വേഷണ ഏജൻസിയുടെ അന്തിമ റിപ്പോർട്ട് ആവശ്യമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിമാനം എന്നത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം സംഭവിച്ചാൽ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് വിശദവും കഠിനവുമായ അന്വേഷണം അത്യാവശ്യമാണ്. വ്യോമയാന മേഖലയിൽ ഒരു അപകടം സംഭവിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമാകാൻ സാധ്യത വളരെ കുറവാണ്. ഒന്നിലധികം കാരണങ്ങളുടെ കൂട്ടമായിരിക്കാം അപകടത്തിലേക്ക് നയിക്കുക. അതിനാൽ അക്കാര്യങ്ങളെല്ലാം അന്വേഷണ ഏജൻസി കണ്ടെത്തണമെന്നുള്ള ആവശ്യവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുണ്ട്. എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ച് വിവേകമുള്ള ഒരു പൈലറ്റും ഓഫാക്കില്ല എന്നാണ് പൈലറ്റ് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നത്. എഞ്ചിൻ തകരാർ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമില്ലാതെ ഇത്തരമൊരു നടപടിയിലേക്ക് ഒരു പൈലറ്റും കടക്കില്ല. എയർ ഇന്ത്യ വിമാനത്തിന്റെ കാര്യത്തിൽ അത് ടേക്ക് ഓഫ് ചെയ്ത് നിശ്ചിത ഉയരം കൈവരിക്കാത്ത സാഹചര്യത്തിൽ പൈലറ്റ് ഫ്യുവൽ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. കാരണം ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്നും പൈലറ്റ് അസോസിയേഷൻ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പൈലറ്റുമാരുടെ പിഴവിന് പിറകെ മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽ പിഴവുകൾ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കുന്നതിന് കാരണമായേക്കാമെന്നും അന്വേഷണ ഏജൻസി പരിശോധിക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ആണെന്ന് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന് സൂചന നൽകിയത് സോഫ്റ്റ്വെയർ തകരാറോ മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽ തകരാറോ ആണോ എന്നുള്ളത് കണ്ടെത്തണമെന്നും വ്യോമയാന വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്വിച്ചുകൾ ഓഫ് ചെയ്യാതെ സോഫ്റ്റ്വെയർ തകരാർ മൂലം സ്വിച്ചുകൾ ഓഫ് ചെയ്തതായി കൺട്രോൾ സിസ്റ്റത്തിന്റെ സൂചന ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വിമാനം ഉയർത്തുന്നതിന് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾക്ക് സമീപം പൈലറ്റുമാരുടെ കൈകൾ വെക്കേണ്ട ആവശ്യമില്ല. ആകസ്മികമായിട്ടുള്ള അശ്രദ്ധ നിമിത്തം സ്വിച്ചുകൾ ഓഫ് ആക്കുന്നത് തടയുന്നതാണിത്. ഇക്കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യമുയരുന്നത്. എന്നാൽ 2023 മുതൽ വിമാനത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു തകരാർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അന്തിമ റിപ്പോർട്ട് പുറത്തു വരണമെങ്കിൽ മാത്രമേ 260 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു അപകട കാരണം വ്യക്തമാകൂ. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിരവധി സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത്. പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മേഘാനി നഗറിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ ഇടിച്ച് വിമാനം തകർന്നപ്പോൾ 260 ജീവനുകളായിരുന്നു പൊലിഞ്ഞത്. വിമാനം പറത്തുന്നതിന് 8200 മണിക്കൂറുകളേറെ പ്രവൃത്തി പരിചയമുള്ള ഒരു ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആയിരുന്നു കോക്പിറ്റിൽ എന്നത് പിഴവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയാണെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ എന്നത് അവയുടെ പൊസിഷൻ മാറ്റുന്നതിനായി പൈലറ്റുമാർ മുകളിലേക്ക് ഉയർത്തേണ്ട ഒരു സംവിധാനമാണെന്നും അബദ്ധത്തിൽ ഓഫ് ആകപ്പെടാൻ അത് ഒരു പ്രസ് ബട്ടൺ അല്ല എന്നും ഡെയിലി മെയിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ച ഒരു സംഭാഷണ ശകലത്തിൽ പൈലറ്റുമാരിൽ ഒരാളെ ഈ സ്വിച്ച് ഓഫ് ആക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ താനല്ല അത് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നുമുണ്ട്. ശരിക്കും ഇവിടെയാണ് പൈലറ്റ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നത്. എന്തായാലും എയർ ഇന്ത്യ വിമാനാപകടത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരവധി സിദ്ധാന്തങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. ആരെങ്കിലും ഓഫ് ചെയ്യാതെ അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആകില്ല എന്നുള്ള റിപ്പോർട്ടും പൈലറ്റ് എന്തിനായിരിക്കാം അത് ഓഫ് ചെയ്തതെന്നുള്ള ചോദ്യവുമാണ് മിക്ക മാധ്യമങ്ങളും ഉയർത്തുന്നത്. മനഃപൂർവ്വമാണോ അതോ ഒരു പിഴവ് പറ്റിയതാണോ എന്നും അവർ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഓരോ ഫ്ലൈറ്റിലും പൈലറ്റുമാർ ഫ്യുവൽ സ്വിച്ച് കൃത്യസമയത്ത് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിന് മുൻപ് തന്നെ
ഫ്യുവൽ സ്വിച്ച് ഓഫ് ആക്കുക വഴി ഇന്ധനത്തിന്റെ ഒഴുക്ക് തടയുകയായിരുന്നു. കോ പൈലറ്റ് ആയിരുന്നു അപ്പോൾ വിമാനം പറത്തിയിരുന്നത്. ക്യാപ്റ്റന് നിരീക്ഷണ ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വിച്ചുകൾ ഉടനടി ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും വിമാനത്തിന് ആവശ്യത്തിനുള്ള പവർ നേടാനായില്ല. യാത്രയ്ക്ക് മുൻപായി 2 പൈലറ്റുമാർക്കും ആവശ്യത്തിനുള്ള വിശ്രമം ലഭിച്ചതായും വിമാനത്തിനുള്ളിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഇല്ലായിരുന്നു എന്നുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. വിമാനത്തിന്റെ മൊത്തം ഭാരവും ഇന്ധന ഗുണനിലവാരവും ഒക്കെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയായിരുന്നു. കാലാവസ്ഥയും നല്ലതായിരുന്നു, പക്ഷി ശല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അപകടം വരുത്തിവെക്കാനായിരുന്നു എന്ന് സംശയിക്കാം എന്നാണ് ഇന്ത്യ വ്യോമയാന വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ലിവറും മുകളിലേക്ക് വലിച്ചു വേണം അൺലോക്ക് ചെയ്യാൻ. പിന്നീട് അവ സുരക്ഷിതമായിട്ട് ഗാർഡുകൾ കൊണ്ട് പൂട്ടിവെക്കുകയും വലിയ കുലുക്കങ്ങളിലേക്ക് അത് താഴേക്ക് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട ജോലികളാണ്, ഓട്ടോമാറ്റിക്കായി ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ പവർ പോയാലും അത് താഴേക്ക് വരില്ല എന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ പറയുന്നു. ആരും അറിയാതെ അതിന്റെ സ്ഥാനം തെറ്റാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ചുരുക്കം. 2 സ്വിച്ചുകളും ഓഫ് പൊസിഷനിലേക്ക് പോയി എന്നത് ഉറപ്പിച്ച് പറയുന്നത് അതിന്റെ പുറകിൽ മനുഷ്യകരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണെന്നാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ പറയുന്നത്. എന്നാൽ കുറ്റം പൈലറ്റുമാരുടെ മേൽ ചുമത്താൻ ശ്രമിക്കുകയാണ് എന്നതാണ് മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അവർ കുറ്റപ്പെടുത്തുന്നതും എയർ ഇന്ത്യയും ഇന്ത്യൻ സർക്കാരിനെയുമാണ്. ഈ ഒരു യാത്രക്കാരുടെ ഇടയിൽ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി ഉണ്ടായിരുന്നു. കൊണ്ട് തന്നെയാണ് ഈ വിമാന അപകടത്തിന്റെ പിറകിൽ വലിയൊരു ദുരൂഹത തന്നെ ഉണ്ട് എന്ന് പറയുന്നത്. അഹമ്മദാബാദിലെ വിമാനം തകർന്നു വീണ ഈ ഒരു അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് ഇനിയും അവശേഷിക്കുന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നു എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കുന്നു. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായത്തിലെ പിന്നാലെ ഈ ഒരു പൈലറ്റുമാർക്കെതിരെ വിവിധ ആരോപണങ്ങളും ഉയരുന്നു. എന്നാൽ പൈലറ്റുമാരുടെ പിഴവെന്ന തരത്തിലുള്ള പ്രചരിക്കുന്ന ഇത്തരം വാദങ്ങൾ ഇന്ത്യയിലെ പൈലറ്റ് സംഘടനകൾ തള്ളിക്കളയുകയാണ്. പൈലറ്റിന്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളെ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ് അസോസിയേഷൻ ആറാഴ്ച അപലപിച്ചിരുന്നു. അപൂർണവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം പരാമർശങ്ങൾ നിരുത്തരവാദപരമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നാണ് സംഘടന പ്രസ്താവനയിൽ പറയുന്നത്. മാധ്യമ സ്ഥാപനങ്ങളോടും പൊതു നിരീക്ഷകരോടും സംയമനത്തോടെ, സഹാനുഭൂതിയോടെ, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളോടുള്ള ബഹുമാനത്തോടെയും പെരുമാറണമെന്നുള്ള സംഘടന അഭ്യർത്ഥിച്ചു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ അവരുടെ പരിശീലനത്തിനും ഉത്തരവാദിത്വങ്ങൾക്കും അനുസരിച്ച് ജീവനക്കാർ പ്രവർത്തിച്ചു. ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അപകീർത്തിപ്പെടുത്തലല്ല, പിന്തുണയാണ് അവർ അറിയിക്കുന്നത്. AI 171 വിമാനത്തിലെ പൈലറ്റുമാർക്ക് അചഞ്ചലമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് ICPA വ്യക്തമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ കണ്ടെത്തിയിരുന്നത്. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയതായും റിപ്പോർട്ടിലുണ്ട്. പുറത്തുവന്ന പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ എന്തിനാണ് ഇന്ധനം സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. താനല്ല ഓഫ് ചെയ്തതെന്ന് അയാൾ മറുപടിയും പറയുന്നത്. ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞതെന്നുള്ള കാര്യം വ്യക്തമല്ല. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് ഇൻ കമാൻഡിംഗ് നിരീക്ഷണത്തിൽ കോ പൈലറ്റ് ആണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു. 2 എഞ്ചിനിലേക്കുള്ള സ്വിച്ചുകൾ 1 സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത്. ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ ചെറിയ സംഭാഷണത്തിന് മുൻപും പിൻപുമുള്ള പൈലറ്റുമാർക്കിടയിലെ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് പൂർണ്ണമായിട്ടും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രമാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പൈലറ്റാണ് മാറ്റിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുമില്ല. പ്രാഥമിക റിപ്പോർട്ടിലെ പരിമിതമായ വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് ഉചിതമായിരിക്കില്ല എന്നും വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും വാദിക്കുന്നുണ്ട്.